അങ്ങനെ ഞങ്ങൾ പോലായി പോലായി. ബൈ ഗൈസ്. ഹലോ ഗൈസ്, വെൽക്കം. ഇന്ന് എൻ്റെ ഫ്രണ്ട് ദുബായിലേക്ക് പോവുകയാണ്. ഇപ്പോൾ നമ്മളെല്ലാവരും കൂടി അവനെ എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വേണ്ടി പോവുകയാണ്. കണ്ണൂർ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വൈകുന്നേരം 6 മണിക്കാണ് ഫ്ലൈറ്റ്. എയർപോർട്ടിലേക്ക് നമ്മൾ ട്രെയിനിലാണ് പോണേ. അതുകൊണ്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അങ്ങനെ കാഞ്ഞങ്ങാട് നിന്ന് കണ്ണൂരേക്ക് ടിക്കറ്റും എടുത്ത് നമ്മൾ ട്രെയിൻ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. നാട്ടിലിപ്പോൾ ആരുമില്ല, എല്ലാവരും പുറത്തായതുകൊണ്ട് നമ്മൾ ഉള്ള ചങ്ങായിമാരെ വിളിച്ച് സംസാരിച്ചിരുന്നപ്പോൾ തന്നെ ട്രെയിനും വന്നു. അങ്ങനെ നമ്മൾ ട്രെയിനിൽ കയറി. ട്രെയിനിൽ നല്ല ഒടുക്കത്തെ തിരക്കായതുകൊണ്ട് തന്നെ കണ്ണൂർ വരെ നമുക്ക് നിൽക്കേണ്ടി വന്നു. അവസാനം നമ്മൾ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടുന്ന് നേരെ എയർപോർട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. ബട്ട് നമ്മുടെ വിശപ്പ് അതിന് നമ്മളെ സമ്മതിച്ചില്ല. അങ്ങനെ തൊട്ടടുത്തുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് അടിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഫുഡൊക്കെ വന്ന് നമ്മൾ ലഞ്ച് അവിടെ നിന്ന് തന്നെ കഴിച്ചു. ബിരിയാണി ആവശ്യപ്പെട്ട് അങ്ങനെ ഉച്ചക്കുള്ള ഫുഡൊക്കെ കഴിച്ച് നമ്മളൊരു ടാക്സി റെഡിയാക്കി എയർപോർട്ടിലേക്ക് വിട്ടു. സ്റ്റേഷനിൽ നിന്ന് 1 മണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു അവിടേക്ക് എത്താൻ. അങ്ങനെ അവസാനം നമ്മൾ എയർപോർട്ടിലേക്ക് എത്തി. അവിടെ എത്തി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത ശേഷം അവന് പോവേണ്ട സമയമായി. അങ്ങനെ അവിടുന്ന് കുറച്ച് ഇമോഷണലായി അവനോട് ബായും പറഞ്ഞ് നമ്മൾ നേരെ എയർപോർട്ടിലെ വ്യൂസ് ഗാലറിയിലേക്ക് കയറി. 3 പേർക്ക് 150 രൂപയെങ്കിലും ഒരു കൂട്ടിലടച്ച പോലെ ഇരിക്കേണ്ടി വന്നു. അങ്ങനെ എൻ്റെ ഫ്രണ്ടിനോട് ബായ് പറഞ്ഞ ശേഷം വ്യൂസ് ഗാലറിയിൽ ഇരുന്ന് കുറച്ച് നേരം റെസ്റ്റും കൂടി എടുത്തു. പക്ഷേ കൂടുതൽ നേരം അവിടെ ഇരുന്നാൽ തിരിച്ചു പോകുന്ന ട്രെയിനും നമ്മളെ കൂട്ടാതെ പോകും. അതുകൊണ്ട് നമ്മൾ അവിടെ നിന്ന് ടാക്സിയും ബുക്ക് ചെയ്ത് നേരെ കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി. സ്റ്റേഷനിൽ എന്തൊക്കെയോ പണി നടക്കുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മളെല്ലാവരും ഭയങ്കര ഡെസ്പായിരുന്നു. കാരണം നമ്മുടെ ഫ്രണ്ട് പോയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു വിഷമം നമുക്കുണ്ടായിരുന്നു. അങ്ങനെ മാംഗ്ലൂരിലേക്കുള്ള ട്രെയിനും പിടിച്ച് നമ്മൾ നേരെ കാഞ്ഞങ്ങാട്ടിലേക്ക് പോയി. ഈ ഷോർട്ട് വ്ലോഗ് കുറച്ച് ലെങ്തി ആയെന്ന് അറിയാം. അപ്പോൾ ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം. അവർക്ക് ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.